വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 4, നാളെ ഓണമാണ്. ഞാൻ വിചാരിച്ചു ഒരു ഓണസദ്യയുടെ കുക്കിംഗ് വ്ളോഗ്. പക്ഷെ കുക്കിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നേ കാണിക്കണമല്ലോ. കാരണം എനിക്ക് കുക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാലയിട്ടാലോ. അത് കുക്കിംഗ് വ്ളോഗായിട്ട് വേണ്ട, ഓണസദ്യയുടെ ഒരു ഡേ. ഞാൻ, പപ്പ, പിന്നെ എൻ്റെ ബ്രദേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ബ്രദേഴ്സ് ഒരാളുണ്ട് ഇവിടെ, 2 പേര് വരാനുണ്ട്. ഇന്ന് വരും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചത്. അവർ വരുന്നോണ്ടാണ് ഇപ്പോൾ ഒരു വ്ളോഗ് ആയത്. കാരണം ഞങ്ങൾ 3 പേരും ആണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഓണസദ്യ വേണം എന്നില്ല. പക്ഷെ അവർ വരുന്നോണ്ട് ഞാൻ വിചാരിച്ചു അവർക്ക് എൻ്റെ കൈ കൊണ്ട് ഒരു ഓണസദ്യ ഉണ്ടാക്കി കൊടുക്കാം. ഓണസദ്യ എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു 4 കൂട്ടം സാധനങ്ങൾ, ഒരു പരിപ്പ് കറി, എന്തെങ്കിലും ഒരു തോരൻ. ഞാൻ പയറ് തോരൻ വെക്കാന്നാണ് വിചാരിക്കുന്നത്, അവിയൽ വെക്കാം, പിന്നെ ഒരു പായസം. ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അച്ചാറും മറ്റേ പച്ചടിയും ഇഞ്ചിക്കറിയും ഒക്കെ ഓൾറെഡി മമ്മി വെച്ചിട്ടാ പോയത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നാളത്തേക്ക് നോക്കാനാണെങ്കിൽ എനിക്ക് ആ സ്പീഡും ഇല്ല. മമ്മി ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത്. മമ്മി ഒരു 3 കൂട്ടം സാധനങ്ങൾ പെട്ടെന്നങ്ങ് ചെയ്തു തരും. പക്ഷെ എനിക്ക് അങ്ങനെയുള്ളൊരു കഴിവില്ല. ചിലപ്പോൾ ചെയ്ത് വരുമായിരിക്കും. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഞാൻ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും സമയം എടുക്കും. ചിലപ്പോൾ ഞാൻ നാളെ കുക്ക് ചെയ്യാൻ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴും ചിലപ്പോൾ ഓണസദ്യ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇന്നേ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇവിടെ ഓൾറെഡി അതുണ്ട്, ഇങ്ങനെ അലവാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയാം, മമ്മി ഇത് അലവാക്കുവാന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പം അത് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനെ കഴുകി ഇതിനെ സെറ്റാക്കിയാൽ മതി. ഹലോ, ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ അന്നാണ്. ഇന്ന് രാവിലത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകൾക്കും ആഹാരം കൊടുത്ത് തുടങ്ങണം, അങ്ങനെ ഏതാണ്ടൊരു സംഭവം ഉണ്ട് ഓണത്തിൻ്റെ അന്ന്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റേ ആ സംഭവം ഉണ്ടാക്കി ഇതിൻ്റെ അത് വെച്ചിട്ടാണ് പോയിരുന്നേ മമ്മി. അപ്പം അത് രാവിലെ വീടിന് ചുറ്റും നമ്മൾ ഇടണം, എന്നിട്ടേ അടുക്കളയിലോട്ട് കയറാവൂ. അങ്ങനെയും കൂടെ ഏതാണ്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റു. പക്ഷെ മഴയായിപ്പോയി. നമ്മുടെ ചേട്ടന്മാരിവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും കണ്ടാ വന്നേ, ഞാൻ കണ്ടില്ല, ഞാൻ ഉറങ്ങുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവരെയും കൂടെ പോയി ശല്യം ചെയ്യാം. കമ്പി എന്തിനാ? വാഴ വെട്ടിയിടല്ല അവസാനം. ഞാൻ പിടിക്കാം. ഗുണ ഒരേല പപ്പ വെട്ടിക്കൊണ്ട് ചെറുതായി ഗുണ കൊടുക്കാൻ വേണ്ടി. യോ, ഇതാരാ ഇത്? നമ്മുടെ പൊന്നാണോ? പൊന്നിന് സജ്ജ ഒന്നാനല്ലേ അല്ലേ ഉണ്ട് കേട്ടോ.
ഞങ്ങള് എല്ലാവരും, അതായത് പപ്പായും ഞാനും സിജോ ചാച്ചനും കുളിച്ച് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ബാക്കി 2 പേരാണ് വരാനുള്ളത്. സിബി വന്നോ? ആ, സിബി വന്നു. സിബിയെ കാണിച്ചു തരാവേ. സൂപ്പർ. ഇത് ഭാഗ്യ ഞാൻ അവളൊന്നും ഇട്ടിട്ടില്ല. അതാ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സിബി പറടാ, അത് 2 പേരുടെ പറ. ഇനിയുമുള്ള ഇതുപോലുള്ള ഇതിന്റെ പേരെന്താ ഞാൻ പറഞ്ഞു? എന്റെ പേര് തന്നെയാ. അങ്ങോട്ട് നോക്കി പായസം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ്. ഉഷാറായിട്ട് പറ. ഇതാണല്ല അവളാ പറഞ്ഞത്. തിന്നെ ഇവിടെ വാ, കഴിച്ചോ വാ.